നമസ്കാരം. മംഗളൂരുവിൽ പുൽപ്പള്ളി സ്വദേശിയെ ആൾക്കൂട്ടം അടിച്ചുകൊന്ന സംഭവം കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് കൊല്ലപ്പെട്ട അഷ്റഫിന്റെ ബന്ധുക്കൾ. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ പുൽപ്പള്ളി സ്വദേശി കൊല്ലപ്പെട്ട സംഭവം കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട അഷ്റഫിന്റെ ബന്ധുക്കൾ. ഇനിയൊരാൾക്കും ഈ ഗതി ഉണ്ടാവരുതെന്നും ബന്ധുക്കൾ. ആൾക്കൂട്ട കൊലപാതകം ഇരയ്ക്കൊപ്പമെന്ന് മുസ്ലിം ലീഗ്. വനത്തിൽ അതിക്രമിച്ചു കയറി അടിക്കാടുകൾക്ക് തീയിട്ട സംഭവം 4 പേർ റിമാൻഡിലായത് വെള്ളമുണ്ട സ്വദേശികൾ. പുൽക്കാടുകൾ കത്തിക്കുന്നതിലൂടെ പാറയിടുക്കിലും പുറ്റിലുമുള്ള തേൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ് വനത്തിന് തീയിട്ടതെന്ന് പിടിയിലായവരുടെ മൊഴി. സൂചിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. ദിവസവും 500 പേർക്ക് മാത്രം പ്രവേശനമെന്ന ഉത്തരവ് പ്രതിസന്ധിക്ക് കാരണം. രാവിലെ 11 മണിയാകുമ്പോഴേക്കും കേന്ദ്രം അടയ്ക്കുന്നത് മൂലം സന്ദർശകർ നിരാശയോടെ മടങ്ങുന്നു. പുൽപ്പള്ളി ചേകാടിയിൽ വയൽ നികത്തി നിർമ്മിച്ച കുതിരാലയം പൊളിച്ചുമാറ്റി. വയലിൽ നിർമ്മാണ പ്രവർത്തികൾ പാടില്ലെന്ന കൃഷിവകുപ്പിന്റെ അടക്കം മുന്നറിയിപ്പുകൾ അവഗണിച്ചെങ്കിലും അധികൃതരുടെ കർശന നിർദ്ദേശം കുതിരാലയം പൊളിച്ചു നീക്കാൻ കാരണം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. മംഗളൂരുവിൽ ആൾക്കൂട്ടം പുൽപ്പള്ളി സ്വദേശിയെ കൊലപ്പെടുത്തിയ സംഭവം കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട പുൽപ്പള്ളി മൂച്ചിക്കാടൻ അഷ്റഫിന്റെ ബന്ധുക്കൾ. ഇനിയൊരാൾക്കും ഈ ഗതി വരരുതെന്നും കുഞ്ഞേതുകുട്ടിയും ഭാര്യ റുഖിയയും പറഞ്ഞു. ഒരു സംഭവമാണ്, ഒരാളും ഒരു മുള്ളും കൂടി അവനെ കിട്ടിയിട്ടില്ല. ഒരു സംഭവം ഇതുവരെക്കൊന്നും ആയിട്ടില്ല. അവന് വരും, 2-3 മാസം കഴിഞ്ഞാൽ വരും. അതിൻ്റെയൊക്കെ പൈസ ഞങ്ങൾക്ക് തരും. പിന്നെ ഞാൻ പോവുകയാണെന്ന് പറയും. പിന്നെ കുറച്ച് ഇവിടെ കോട്ടക്ക കടയിൽ നിൽക്കും. പിന്നെ അവിടുന്ന് എനിക്ക് വെയിൽ കൊണ്ട് പണിയെടുക്കണം എന്നാണ് ഞങ്ങളാണ് പോകല്. അവന് ഇത് അല്ലേ, അവന് ചെയ്തതിനുള്ള ഇത് അവന് തക്കതായ ശിക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇനി വേറെ ഒരാൾക്ക് അങ്ങനത്തെ ഒരു രോഗം വരില്ല. അതിന് നമുക്കിപ്പോൾ അതിൻ്റെ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ളതാണ്. ആൾക്കൂട്ട ആക്രമണ കൊലപാതകം ഇരയ്ക്കൊപ്പമെന്ന് മുസ്ലിം ലീഗ്. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ലീഗ് നേതാക്കൾ. ലീഗ് ദേശീയ സെക്രട്ടറി CK സുബൈർ, ദേശീയ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, TP അഷ്റഫ് അലി, സിദ്ദീഖ് തങ്ങൾ, MP നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കുടുംബങ്ങളെ സന്ദർശിച്ചത്. വനത്തിൽ അതിക്രമിച്ചു കയറി അടിക്കാടുകൾക്ക് തീയിട്ട സംഭവത്തിൽ 4 പേരെ കോടതി റിമാൻഡ് ചെയ്തു. വെള്ളമുണ്ട മംഗലശ്ശേരി കോളനിയിലെ വിജയൻ, ബിജു, അനിൽ, ദാസൻ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഏപ്രിൽ 19 മാനന്തവാടി റേഞ്ചിലെ വെള്ളമുണ്ട സെക്ഷനിലെ തവളപ്പാറയിലായിരുന്നു സംഭവം. വനം വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവർ പിടിയിലായത്. പുൽക്കാടുകൾ കത്തിക്കുന്നത് വഴി പാറയിടുക്കിലും പുറ്റിലുമുള്ള തേൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും കാടുകൾ കത്തിയ ശേഷം പുതിയ പുൽനാമ്പുകൾ തളിർക്കുന്നതിലൂടെ കാലിത്തീറ്റയ്ക്കുള്ള തീറ്റ ഒരുക്കുന്നതിനുമായാണ് പുൽമേടിന് തീ വെച്ചതെന്നാണ് വനം വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. സൂചിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദിവസവും 500 പേർക്ക് മാത്രം പ്രവേശനമെന്ന ഹൈക്കോടതി ഉത്തരവാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. രാവിലെ 11 മണിയാകുമ്പോഴേക്കും കേന്ദ്രം അടയ്ക്കുന്നത് മൂലം സന്ദർശകർ നിരാശയോടെ മടങ്ങുന്നു. കോടതി ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നാണ് ആവശ്യം. മഹാദുരന്തത്തിന് ശേഷം 4 മാസങ്ങൾക്ക് ശേഷമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ടിക്കറ്റ് നിരക്ക് 75 രൂപ എന്നത് 150 രൂപയാക്കി ഉയർത്തുകയും സന്ദർശകരുടെ എണ്ണം 1200 എന്നത് 500 കുറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ വരുമാനത്തിൽ കുറവ് വരുന്നതോടൊപ്പം വിനോദസഞ്ചാരികൾ പ്രവേശിക്കാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. പ്രധാന ദിനങ്ങളിൽ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നതോടെ 11 മണിയാകുമ്പോഴേക്കും കേന്ദ്രം അടയ്ക്കുന്നതിനാൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.
അധികൃതരോട് പറയാനുള്ളത്, വനം വകുപ്പും അതുപോലെ ടൂറിസം വകുപ്പിനോടും പറയാനുള്ളത്, നമുക്ക് ഒന്നുകിൽ ടിക്കറ്റിൻ്റെ ഈ പരിധി എടുത്തു കളയുക, അല്ലെങ്കിൽ ആദ്യം ശാസ്ത്രീയമായി നടത്തിയ ഇതിൻ്റെ ഭാഗമായി ഡെയിലി 1200 മിനിമം 1200 ഉണ്ടായിരുന്നു, അതെങ്കിലും പുനഃസ്ഥാപിച്ചിട്ടുക, അല്ലെങ്കിൽ ഈ പരിധി എടുത്തു കളയുക എന്നുള്ളതാണ് ഇതിന് ഉള്ള ഒരു പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ബാങ്കിൽ നിന്നും മറ്റും ലോൺ എടുത്തും സ്ഥാപനം തുടങ്ങിയവർക്ക് അവരുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ടിക്കറ്റ് ഓൺലൈനാക്കുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരത്തേക്ക് ടിക്കറ്റ് വരുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് അവിടെ വന്ന് പോകാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവും. വനം വകുപ്പിന് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത് തികച്ചും അശാസ്ത്രീയമാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. കോടതി ഉത്തരവിനെതിരെ റിവ്യൂ ഹർജി ഫയൽ ചെയ്യാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മേപ്പാടി. വയൽ നികത്തി പുൽപ്പള്ളി ചേകാടിയിൽ നിർമ്മിച്ച കുതിരാലയം അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊളിച്ചുമാറ്റി. വയലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അരുതെന്ന് കൃഷി വകുപ്പ് അടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് ലംഘിച്ച് കുതിരാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. ഇതേ തുടർന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് കുതിരാലയം പൊളിച്ചു നീക്കിയത്. ചേകാടി പന്നിക്കൽ വയലിലായിരുന്നു കുതിരാലയം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. ഇതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. തോട് മലിനീകരണം, അനധികൃത നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഗോത്ര വിഭാഗത്തിന്റെ നിരന്തര പരാതികളെ തുടർന്നാണ് കുതിരാലയം പൂട്ടാൻ നിർദ്ദേശം ഉണ്ടായത്. നെൽവയൽ പൂർവ്വ സ്ഥിതിയിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊളിച്ചു മാറ്റുന്നതിന് മുന്നോടിയായി കുതിരകളെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചേകാടി നിവാസികളുടെയും നാട്ടുകാരുടെയും പാടശേഖര സമിതി എല്ലാവരുടെയും സമ്മർദ്ദ ഫലമായി, അല്ലെങ്കിൽ നിരന്തരമായ സമരത്തിൻ്റെ ഫലമായി ഇവിടെ കുതിരാലയം പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ടെന്ന് പറയുന്നു. എന്തായാലും പല മാധ്യമങ്ങളും നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നമ്മുടെ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് അവരുടെ ആ ധാർഷ്ട്യത്തിൻ്റെ മുന്നിൽ, അവരുടെ ധാർഷ്ട്യം ഈ നാട്ടുകാരുടെ മുന്നിൽ മുട്ടുകുത്താണ് ചെയ്തത്. ശരിക്കും അത് നമ്മുടെ ചേകാടിക്ക് ദോഷകരമായി വരികയും വയലുകൾ നികത്തി ഇതുപോലുള്ള കുതിര ഫാം പോലുള്ള ഈ പദ്ധതികൾ ഇനി വരാതിരിക്കാനുള്ളൊരു മുൻകരുതലും കൂടെ ഞങ്ങൾ നാട്ടുകാരെടുക്കുകയാണ് ചെയ്യുന്നത്. കൃഷി, റവന്യൂ വകുപ്പുകൾ മുമ്പേ നടത്തിപ്പ് കേന്ദ്രത്തിനെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. കലക്ടർ നൽകിയ ഉത്തരവിനെതിരെ ഉടമ കോടതിയിൽ നിന്നും സ്റ്റേയും വാങ്ങിയിരുന്നു. നെൽപ്പാടത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുളവും വലിയ ചാലുകളും വയലിൽ നിർമ്മിച്ചിരുന്നു. ഇതിനു പുറമെ 15 കുതിരകളെ കെട്ടാൻ ഷെഡുകളും ഏറുമാടവും അടക്കം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ കുതിര ഷെഡുകളാണ് നിലവിൽ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തില്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഇത് പൊളിച്ച് നീക്കുമെന്നും തുക ഉടമയിൽ നിന്നും ഈടാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കം വീട്ടിൽ കയറി മർദ്ദിച്ചതായി ആരോപണം. പരക്കുനി വെള്ളരി വീട്ടിൽ സലീമിനും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത്. പനമരം പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. പനമരം പരക്കുനിയിലെ വെള്ളരി വീട്ടിൽ സലീമിന്റെ മകനും മറ്റൊരു യുവാവും പ്രദേശത്തെ പള്ളി ഗ്രൂപ്പിൽ വാക്ക് തർക്കം ഉണ്ടായതിനെ തുടർന്നാണ് ഉച്ചയോടെ ഒരു സംഘം ആളുകൾ സലീമിന്റെ വീട്ടിൽ കയറി ഇരുമ്പുവടികളും പട്ടികകളുമായി സലീമിനെയും കുടുംബത്തെയും ആക്രമിച്ചതായി പരാതിയുള്ളത്. ചെറിയ മക്കളുണ്ട്, എൻ്റെ കുടുംബക്കാരെല്ലാവരും. ഞാൻ അറിയുന്നില്ല, ഞാൻ ഇതിനൊന്നും പോകാത്ത ഒരാളാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ കയറി അവരെ കുടുംബക്കാരായിട്ട്, ഏട്ടന്മാർ അനിയന്മാരായിട്ട് 5-8 ആൾക്കാർ വന്നിട്ട് എന്നെ വെറുതെ, ഞാൻ അറിയുന്നില്ല സംഗതി എന്തെന്നാ എന്നെ വലിച്ചിട്ടടിച്ച്, എൻ്റെ പെങ്ങളടിച്ച്, എൻ്റെ കുറേ ആളുകൾ കുഞ്ഞുങ്ങളെല്ലാം വൈരം കൊടുത്ത് ഓടി. ഭക്ഷണം പദാർത്ഥങ്ങൾ പോലെ എല്ലാം എന്താ പറയുക, എന്ത് വെച്ച ഭക്ഷണം പിള്ളേർ പോലും. അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് അടിച്ചത്. വീടിൻ്റെ ഉള്ളിൽ കയറി ഒന്നും എന്തെന്നാ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. മാരകമായ കമ്പിപ്പാര, പിന്നെ അതേപോലെ കത്തി, വാക്കത്തി, ഇങ്ങനത്തെ ഇതും കൊണ്ട് വന്ന് അടിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൾ കുഴപ്പമില്ല, നമ്മളെ അയൽവക്കത്തിലുണ്ട്, അവരോട് ചോദിച്ചാൽ അറിയാം എന്തിനാ എന്നെ അടിച്ചത്. ഞാൻ ഒന്നും പോകാത്ത ഒരാളാണ്. അങ്ങനെയുള്ളത് അവരെ കയ്യിൽ അവർ 3-4 പേര് കയറി വന്നു ഇങ്ങോട്ടേക്ക്. നമ്മൾ അകത്ത് വരെ കയറി വന്നിട്ടുണ്ട്. 2 ആളെ കയ്യിൽ നല്ല ഇരുമ്പ് വടിയും ഇതൊക്കെ ഉണ്ട്. അവര് വന്നിട്ട് ഫുൾ തെറിയ, ഇറങ്ങി വാടാ, എന്തൊക്കെ ഫുൾ തെറി എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും പറഞ്ഞാല് ടിവിയിലൊക്കെ കണ്ടിട്ട് മോനെ ഞാൻ കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വന്നത് ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ കാര്യങ്ങള്. ശരിക്കും പറഞ്ഞ അങ്ങനെയാ. പിന്നെ ഏട്ടനെ നിക്കുമ്പോ എന്താ പറയാ, പിടിച്ച് ചാടി കയറി അടിക്കുക ചെയ്യുന്നത്. താത്താനെ തള്ളിയിടുക,
എന്താ പറയാ, നമ്മൾ TV-യിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന 73 വയസ്സുള്ള മൂസ എന്ന വൃദ്ധനും മർദ്ദനമേറ്റതായി സലീമിന്റെ കുടുംബം പറയുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിലെ നിസ്സാര വാക്ക് തർക്കങ്ങളുടെ പേരിൽ വീട്ടിൽ കയറി ആക്രമിച്ചവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് സലീമിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, പനമരം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ച് ആദ്യ പ്രവർത്തനം നടത്തിയ മുൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി MV രാഘവന്റെ പേര് പദ്ധതി ഉദ്ഘാടന വേളയിൽ ആരും ഓർക്കാത്തത് വേദനാജനകമാണെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CN വിജയകൃഷ്ണൻ 1905-ൽ തിരുവിതാംകൂർ രാജാവ് തയ്യാറാക്കിയ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഫയൽ മന്ത്രിയായപ്പോൾ MV രാഘവൻ കാണുകയും ഇതേക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിരുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള ആദ്യ ആലോചനാ യോഗം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നതെന്നും CN വിജയകൃഷ്ണൻ വ്യക്തമാക്കി. അതേ സമയത്ത് MV രാഘവന് പറയാൻ ഒരാൾ പോലുമില്ല. ആ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു ഫയൽ കാണുകയാണ്. 1905-ൽ തിരുവിതാംകൂർ രാജാവ് ഉണ്ടാക്കിയ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ഫയൽ. അന്ന് വരെ 57 തൊട്ടിട്ട് വന്നുള്ള മന്ത്രിമാരൊന്നും അത് കണ്ടില്ല. പക്ഷെ അന്ന് തുടങ്ങിയതാണ് MV രാഘവൻ. എന്താണ് വിഴിഞ്ഞം പോർട്ട്, എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയുള്ള സ്റ്റഡി ചെയ്തു. 3 ദിവസം മുമ്പ് മാതൃഭൂമി അതെഴുതി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഉള്ള ഈ സുന്ദരിയായ IAS വരുന്നവർ, അതിൻ്റെ CEO ആയ MD ആയ ഡോക്ടർ ജയകുമാർ മാതൃഭൂമിയിൽ എഴുതി. ഫ്ലൈറ്റിൽ നിന്നാണ് അതിൻ്റെ സ്കെച്ച് ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടൽക്കടവിൽ കൃഷി നശിപ്പിച്ച് കാട്ടാനകളുടെ വിളയാട്ടം. കാട്ടാന കൃഷിയിടത്തിൽ പ്രവേശിച്ചത് ഫെൻസിംഗ് തകർത്ത്. ഫെൻസിംഗ് സ്ഥാപിച്ചതിൽ അപാകതയുണ്ടെന്നാണ് ആക്ഷേപം. മാനന്തവാടി കൂടൽക്കടവിൽ പൈക്കാട്ട് ഷാജു, പാലത്തിങ്കൽ ജോളി, ചാലിൽ സജിൻ, സുരേഷ് എന്നിവരുടെ കാർഷിക വിളകളാണ് കഴിഞ്ഞ ദിവസം രാത്രി 12:30-യോടെ കാട്ടാനകൾ നശിപ്പിച്ചത്. പ്രദേശത്തെ റോപ്പ് ഫെൻസിംഗ് തകർത്ത് കൃഷിയിടത്തിൽ പ്രവേശിച്ച കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തുകയായിരുന്നു. പാലത്തിങ്കൽ ജോളിയുടെ 30ഓളം വാഴകളും തെങ്ങും ഏലവും ആന നശിപ്പിച്ചു. പ്ലാവിൽ നിന്ന് മൂപ്പറ്റാത്ത ചക്കകളും പറിച്ചിട്ടിട്ടുണ്ട്. ചാലിൽ സജിന്റെ പുഞ്ചകൃഷിയും ആന ചവിട്ടി നശിപ്പിച്ച നിലയിലാണ്. ഇന്നലെ രാത്രി ഒരു 11:30-12 മണിയായപ്പോൾ എന്തോ ഒച്ച കേട്ട് വീണു. ഭാര്യയെ കേട്ടെ ഇവിടെ ഇറങ്ങി വരുമ്പോൾ പുള്ളി ഇവിടെ നിന്ന് വലിച്ചു കുടിക്കുക. ഞാൻ ആ കൂവിയിൽ അയച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ ഇതിലൊരു കഷ്ണം കൊണ്ട് നേരെ ഊട്ടി അങ്ങോട്ട് പറമ്പിലേക്ക് പോയി. അപ്പുറം വന്നിട്ട് താഴെ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ വാഴയിൽ അവിടെ ഒരു 10-20 വാഴ ഉണ്ടാകും. മൊത്തം പടുവാഴ മൊത്തം കളഞ്ഞ് നശിപ്പിച്ചിട്ടാണ് ചക്ക എടുത്തിട്ടാണ് പുള്ളി ഇങ്ങോട്ട് കയറിയത്. അത് നേരത്തെ തൂറിക്കൂട്ടുന്ന നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ അങ്ങോട്ട് കയറി പോന്നതാണ്. എന്നിട്ട് ഇതേ കയറിയിട്ട് അങ്ങനെ നമ്പ്യാന്മാർ അതിലെ ആടി അങ്ങ് അക്കരെ കയറി. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ വന്നു. ആ സെക്കൻഡ് ആ ജോയിച്ചനെ വിളിച്ച് അവർ വന്നു. അവർ വന്ന് ചെന്നാൽ തന്നെ ഓടിച്ച് ഒരുത്തനെ അവിടെ നിന്ന് കണ്ട് ഓടിച്ച് ആ സുരേഷിൻ്റെ പറമ്പിൽ നിന്ന് ഓടിച്ച് അടിച്ചുകൊണ്ട് ആ ഫെൻസിങ്ങൊക്കെ ചവിട്ടി പൊട്ടിച്ച് നാശാക്കി ഇട്ടിരുന്നു. അതുകൊണ്ട് എന്തു വേറെ ശാലം വാഴ കണ്ടെത്തുന്നപ്പോണ്ട് അതിപ്പോൾ നാളെ മറ്റന്നാൾ കയറി അത് നേരെ പോകും. ഫെൻസിംഗ് തകർത്ത് പുഞ്ചപ്പാടത്തിലൂടെയാണ് ആന മറ്റ് കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിച്ചത്. പൈക്കാട്ട് ഷൈജുവിന്റെയും സുരേഷിന്റെയും കപ്പ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 6 മാസങ്ങൾക്ക് ശേഷമാണ് ആന കൃഷിയിടത്തിൽ പ്രവേശിച്ച് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതെന്ന് കർഷകർ പറഞ്ഞു. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകത ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടും വന്യമൃഗശല്യത്തിന് പരിഹാരമില്ലാത്തതിനാൽ നിസ്സഹായ അവസ്ഥയിലാണ് കർഷകർ. മലനാട് ന്യൂസ്, മാനന്തവാടി. പിണങ്ങോട് പീസ് വില്ലേജ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്തുന്നു. പുതുതായി 13 സംരംഭങ്ങൾ കൂടി പീസ് വില്ലേജിൽ ആരംഭിക്കും. OP ക്ലിനിക്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, മെഡിക്കൽ ലാബ്, മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ്, ഡയാലിസിസ് സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ് തുടങ്ങുന്നത്. ഇതിനായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ക്ലിനിക്കൽ സേവനങ്ങൾ ഉൾപ്പെടെ 13 സംരംഭങ്ങളാണ് പിണങ്ങോട് പീസ് വില്ലേജിൽ ഉടൻ ആരംഭിക്കുന്നത്. തെരുവിലും വീടുകളിലും ഒറ്റപ്പെട്ടുപോയ മുതിർന്നവരുടെ പുനരധിവാസമായിരുന്നു ആദ്യ സംരംഭം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 80ഓളം പേർ ഇവിടെയുണ്ട്. 250-ലേറെ പേർക്ക് ഇതിനോടകം തന്നെ സംരക്ഷണം ഒരുക്കിയിരുന്നു. പുതിയ ആവശ്യങ്ങൾ ഉയർന്നതോടെയാണ് 13 സംരംഭങ്ങൾ കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് പീസ് വില്ലേജ് അധികൃതർ അറിയിച്ചു. നമ്മുടെ നവതലമുറ നേരിടുന്ന പലതരം പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് സമൂഹത്തിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ പൊങ്ങി വരുമ്പോൾ അവയ്ക്കുള്ള ഒരു ക്യൂറേറ്റീവ് അപ്രോച്ച്, പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷമുള്ള പരിഹാരം എന്നതാണ് പൊതുവിൽ നമ്മുടെ മുന്നിലുള്ള സമീപനം. എന്നാൽ പീസ് വില്ലേജ് ചെയ്യുന്നത് നമ്മുടെ
സമൂഹത്തിന്, പ്രത്യേകിച്ചും വരും തലമുറയ്ക്ക് വേണ്ടി യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ നൽകുന്ന ഒരു സ്കൂൾ ഓഫ് ലൈഫ് പോലെ ഒരു ജീവിതത്തിൻ്റെ പാഠശാല ഒരുക്കുകയാണ്. മനുഷ്യനെ തൊടുന്ന, മനുഷ്യനെ സോഷ്യലൈസിങ്ങിന് അവസരം നൽകുന്ന, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അത്. 5000 സ്ക്വയർ ഫീറ്റിൽ സ്പെഷ്യാലിറ്റി ഫിസിയോതെറാപ്പി ക്ലിനിക്ക്, 19 മുറികളുമായി ന്യൂറോ ഫിസിയോതെറാപ്പി റിഹാബിലിറ്റേഷൻ സെന്റർ, കിഡ്നി രോഗികൾക്കായി 10 ബെഡുകളുള്ള ഡയാലിസിസ് സെന്റർ, യുവജനങ്ങൾക്കായി ജീവിതം പരിശീലിപ്പിക്കുന്ന എക്സ്പീരിയൻസ് സെന്റർ, OP ക്ലിനിക്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഹോസ്പേസ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 4-ന് നടക്കുന്ന ചടങ്ങിൽ പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, ജമാഅത്തെ ഇസ്ലാമി കേരള അധ്യക്ഷൻ P മുജീബ് റഹ്മാൻ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. റാസയുടെ ഗസൽ ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നോക്കൌട്ട് ഡ്രഗ്സ് എന്ന പേരിൽ ജില്ലയിലെ 4 ബ്ലോക്കുകളിൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന അണ്ടർ-19 ഫുട്ബോൾ ടൂർണമെന്റിന് ബത്തേരിയിൽ തുടക്കമായി. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും സഹകരണത്തോടെയാണ് ടൂർണമെന്റ് നടക്കുന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ സ്റ്റേഡിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ നിർവഹിച്ചു. ലഹരിയെ പുറത്താക്കുക എന്ന ലക്ഷ്യവുമായി ജില്ലാ പോലീസ് നടത്തുന്ന അണ്ടർ-19 ഫുട്ബോൾ ടൂർണമെന്റിനാണ് സുൽത്താൻ ബത്തേരിയിൽ തുടക്കമായത്. 4 ബ്ലോക്കുകളായി നടക്കുന്ന ടൂർണമെന്റിൽ ജില്ലയിലെ 32 ടീമുകൾ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ സ്റ്റേഡിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസ്മദാരി IPS മുഖ്യാതിഥിയായിരുന്നു. ഡ്രഗ്സ് എന്ന പേരിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നമ്മുടെ വയനാട് ജില്ലാ തലത്തിൽ കേരള പോലീസ്, വയനാട് പോലീസിന്റെ കീഴിലും പിന്നെ നമ്മുടെ സ്പോർട്സ് കൗൺസിലും പിന്നെ ഫുട്ബോൾ അസോസിയേഷനിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഈ യൂത്തിനെ എങ്ങനെ ഏത് രീതിയിൽ അവരുടെ ഊർജം, അവരുടെ എനർജി എങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ സന്ദേശമുള്ള ഉദ്ദേശിക്കുന്നത്. അഡീഷണൽ SP TN സജീവ്, നാർക്കോട്ടിക് സെൽ DYSP MK ഭരതൻ, ബത്തേരി DYSP KK അബ്ദുൾ ഷരീഫ് തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കൽപ്പറ്റ ബ്ലോക്കിലെ മത്സരങ്ങൾ പൊഴുതനയിലും, മാനന്തവാടിയിലേത് തലപ്പുഴയിലും, പനമരം ബ്ലോക്കിൽ നടവയിലും വരും ദിവസങ്ങളിൽ മത്സരങ്ങൾ നടക്കും. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ വള്ളിയൂർക്കാവ് മൈതാനത്താണ് നടക്കുക. ഈ മാസം 15 വരെയാണ് ടൂർണമെന്റ്. മലനാട് ന്യൂസ്, ബത്തേരി. കാട് കാണാൻ മുത്തങ്ങയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. ഏപ്രിൽ മാസത്തിൽ മാത്രം 10,000-ഓളം സഞ്ചാരികളാണ് ഇവിടെ എത്തിയത്. വനപാതയിലൂടെ 1 മണിക്കൂറിൽ 14 കിലോമീറ്റർ യാത്രയാണ് സഞ്ചാരികൾക്കായി വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ആനയും കടുവയും പുലിയും കാട്ടുപോത്തുമടക്കമുള്ള വന്യജീവികളെ കണ്ടാണ് സഞ്ചാരികളുടെ മടക്കം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് തകർന്നടിഞ്ഞ വയനാടൻ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുകയാണ് മുത്തങ്ങയിലെ വനയാത്ര. അവധിക്കാലമായി ഇപ്പോൾ ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഏപ്രിൽ മാസത്തിൽ മാത്രം 10,000-ഓളം സഞ്ചാരികൾ ഇവിടെ എത്തി. ഇതിൽ 66 വിദേശികളും ഉൾപ്പെടും. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സമയവും കൂട്ടിയിട്ടുണ്ട്. പലതിനേക്കാൾ കുറച്ച് വാഹനവും കൂട്ടിയതുകൊണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെ പരമാവധി പോകാൻ സാധിക്കുന്നുണ്ട്. സഞ്ചാരികൾ വന്നതുവഴി പ്രവേശന ഫീസ് ഇനത്തിൽ വനം വകുപ്പിന് 18 ലക്ഷത്തോളം രൂപയുടെ വരുമാനം നേടാനായി. വനത്തിലൂടെയും ദേശീയപാതയിലൂടെയും 1 മണിക്കൂറിൽ 14 കിലോമീറ്റർ ദൂരത്തിലാണ് കാനന സഫാരി മുത്തങ്ങയിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വേനൽ മഴ പെയ്ത് കാട് പച്ചപ്പണിഞ്ഞതോടെ ആനയും കടുവയും പുലിയും കാട്ടുപോത്തും മാനും മയിലും അടക്കമുള്ള നിരവധി വന്യജീവികളും സഞ്ചാരികൾക്ക് കാണാനാവുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുമാണ് പ്രവേശനം. രാവിലെ 8 വീതം ബസ്സും ജീപ്പും വൈകിട്ട് 6 ബസ്സും 8 ജീപ്പുമാണ് സഞ്ചാരികളുമായി കാട് ചുറ്റുക. സഞ്ചാരികൾക്കായി രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ കൂടുതൽ സമയവും വനം വകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. മലനാട് ന്യൂസ്, ബത്തേരി. പ്രതിസന്ധികളെ അതിജീവിച്ച് വനഗ്രാമത്തിൽ പച്ചക്കറി വിളയിച്ചിരിക്കുകയാണ് കനകരാജ് എന്ന യുവ കർഷകൻ. പ്രൊമോട്ടർ ജോലിക്കും ഓട്ടോറിക്ഷ തൊഴിലിനുമിടയിലാണ് വന്യജീവികളെ അടക്കം പ്രതിരോധിച്ച് കനകരാജ് കൃഷി വിജയിപ്പിച്ചത്. നൂൽപ്പുഴയിലെ കാളിച്ചിറ എന്ന വനഗ്രാമത്തിലാണ് കനകരാജിന്റെ പച്ചക്കറി കൃഷി. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നൂൽപ്പുഴ പഞ്ചായത്തിലെ കാളിച്ചിറ ഗ്രാമത്തിലാണ് കനകരാജിന്റെ പച്ചക്കറി കൃഷി. വീടിനോട് ചേർന്ന് സ്വന്തം വയലിലാണ് പയറും തക്കാളി അടക്കമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തിരിക്കുന്നത്. കൂടാതെ നേന്ത്രവാഴ കൃഷിയും കനകരാജ് കൃഷി ഇറക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ
ഇവിടെ പയർ, അതുപോലെ തന്നെ വെള്ളരി, തക്കാളി, ക്യാബേജ് ഉൾപ്പെടെയുള്ള കൃഷിയാണ് ചെയ്യുന്നത്. കൃഷി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്യമൃഗശല്യങ്ങൾ അതിരൂക്ഷമാണ്. കാരണം മാന്, പന്നി, ആന, കുരങ്ങ് ഉൾപ്പെടെയുള്ള ഭയങ്കര ശല്യമാണ്. ഈ ശല്യങ്ങൾ കാരണം മറ്റുള്ളവരാരും തന്നെ കൃഷി ചെയ്യുന്നില്ല. പയറിൻ്റെ വിളവെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രൊമോട്ടർ ജോലിയും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ കനകരാജൻ ഇടവേളകളിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വന്യമൃഗശല്യം അതിരൂക്ഷമായി ഇവിടെ രാത്രികാലങ്ങളിൽ കാവൽ കിടന്നാണ് കനകരാജ് കൃഷി സംരക്ഷിച്ചു വരുന്നത്. വന്യമൃഗശല്യത്തെ തുടർന്ന് ഇവിടെ മറ്റ് കർഷകരാരും കൃഷി ഇറക്കാറില്ല. അതിനാൽ വയലുകൾ തരിശു കിടക്കുകയാണ്. ഇവിടെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയും കാവൽ നിന്നും പച്ചക്കറി കൃഷി ചെയ്ത് കനകരാജൻ വിജയം കൊയ്യുന്നത്. വിളവെടുക്കുന്ന പയറടക്കമുള്ള പച്ചക്കറികൾ ആവശ്യക്കാർക്ക് നേരിട്ട് ഇദ്ദേഹം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മലനാട് ന്യൂസ്, ബത്തേരി. 1980കളെ ഓർമ്മിപ്പിച്ച് മേപ്പാടിയിൽ മെഗാ ചായപ്പയറ്റ്. ഭിന്നശേഷി കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കാനാണ് ജ്യോതി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മെഗാ ചായപ്പയറ്റ് സംഘടിപ്പിച്ചത്. 3000-ഓളം കുടുംബങ്ങളെ നേരിട്ട് ക്ഷണിച്ചാണ് ചായപ്പയറ്റ് നടത്തിയത്. 10 ലക്ഷത്തോളം രൂപയാണ് പരിപാടിയിലൂടെ സമാഹരിച്ചത്. മേപ്പാടി, മൂപ്പൈനാട് പഞ്ചായത്തുകളിലെ നിർധനരായ രോഗികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ജ്യോതി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. വയനാട്ടിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പാലിയേറ്റീവ് യൂണിറ്റുകളിൽ ഒന്നാണിത്. ജ്യോതിയുടെ 22ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മേപ്പാടിയിൽ മെഗാ ചായപ്പയറ്റ് സംഘടിപ്പിച്ചത്. 1980കളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ചായപ്പയറ്റ്. സ്വന്തം വീട്ടിലേക്ക് അതിഥികളെ സ്വീകരിക്കുന്ന മാതൃകയിലായിരുന്നു ആളുകളെ സംഘാടകർ വരവേറ്റത്. ചായയും പലഹാരവും നൽകി ക്ഷേമ അന്വേഷണം നടത്തി മടങ്ങുമ്പോൾ ചായപ്പയറ്റിലേക്ക് സംഭാവനയും നൽകിയാണ് ആളുകൾ മടങ്ങിയത്. 22ാം വാർഷികം കൊണ്ടാടുന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ ഭിന്നശേഷിക്കാരായ 10-60ഓളം കുട്ടികളെ ഇപ്പോൾ നമ്മൾ 30,000 രൂപ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സ്വന്തമായ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഇന്ന് ഒരു ചായപ്പയറ്റ് എന്ന ഒരു പരിപാടിക്ക് ആസൂത്രണം ചെയ്തത്. ഡയാലിസിസ് യൂണിറ്റ്, ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് മാസം തോറും ഭീമമായ തുകയാണ് കണ്ടെത്തേണ്ടത്. ഈ സാഹചര്യത്തിലാണ് കൂട്ടായ്മയുടെ കരുത്ത് തെളിയിച്ച് മെഗാ ചായപ്പയറ്റ് സംഘടിപ്പിച്ചത്. മലനാട് ന്യൂസ്, മേപ്പാടി. കമ്പോള നിലവാരം. മൊത്തവ്യാപാര വില നിലവാര അവലോകനം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 427, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 262, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 680, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 670, നേന്ത്രക്കായ് കിലോയ്ക്ക് 40, ഇഞ്ചി ചാക്കിന് 1300, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 184, സ്വർണം പവന് 70,040, വെള്ളി ഗ്രാമിന് 107 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ പുൽപ്പള്ളി സ്വദേശി കൊല്ലപ്പെട്ട സംഭവം. കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട അഷ്റഫിന്റെ ബന്ധുക്കൾ. ഇനിയൊരാൾക്കും ഈ ഗതി ഉണ്ടാവരുതെന്നും ബന്ധുക്കൾ. ആൾക്കൂട്ട കൊലപാതകം ഇരയ്ക്കൊപ്പമെന്ന് മുസ്ലിം ലീഗ്. വനത്തിൽ അതിക്രമിച്ചു കയറി അടിക്കാടുകൾക്ക് തീയിട്ട സംഭവം. 4 പേർ റിമാൻഡിലായത് വെള്ളമുണ്ട സ്വദേശികൾ. പുൽക്കാടുകൾ കത്തിക്കുന്നതിലൂടെ പാറയിടുക്കിലും പുറ്റിലുമുള്ള തേൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ് വനത്തിന് തീയിട്ടതെന്ന് പിടിയിലായവരുടെ മൊഴി. സൂചിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തം. ദിവസവും 500 പേർക്ക് മാത്രം പ്രവേശനമെന്ന ഉത്തരവ് പ്രതിസന്ധിക്ക് കാരണം. രാവിലെ 11 മണിയാകുമ്പോഴേക്കും കേന്ദ്രം അടയ്ക്കുന്നത് മൂലം സന്ദർശകർ നിരാശയോടെ മടങ്ങുന്നു. പുൽപ്പള്ളി ചേകാടിയിൽ വയൽ നികത്തി നിർമ്മിച്ച കുതിരാലയം പൊളിച്ചുമാറ്റി. വയലിൽ നിർമ്മാണ പ്രവർത്തികൾ പാടില്ലെന്ന കൃഷിവകുപ്പിന്റെ അടക്കം മുന്നറിയിപ്പുകൾ അവഗണിച്ചെങ്കിലും അധികൃതരുടെ കർശന നിർദ്ദേശം കുതിരാലയം പൊളിച്ചു നീക്കാൻ കാരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ന്യൂസ് വേവ്സിൽ റാണി വർഗീസ് ചേരും. നമസ്കാരം.